രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ കഴിഞ്ഞ 2-3 വീഡിയോയിൽ 3-4 വീഡിയോയിൽ അച്ചിമൻസ് തന്നെയായിരുന്നു മെയിനായിട്ട് സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നത്. അച്ചിമൻസ് പ്ലാന്റ്സ് ഇനിയും നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്താൽ അത് ഇനിയൊരു 8 വെറൈറ്റിയാണ് എൻ്റെ കയ്യിലുള്ളൂ. ഉള്ളവർ ചോദിച്ചോളൂ, തരാം. പക്ഷേ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഒരു വെറൈറ്റിയാണ്. നമ്മൾ കുറേ ആയിട്ട് ഞാനത് ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ. കുറേ വെറൈറ്റി ഉണ്ട് ഹാങ്ങിങ് പ്ലാന്റ്സ്. അപ്പോൾ ഇന്നത്തെ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കോംബോയിൽ ഞാൻ 18 ചെടികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലാദ്യം കാണിക്കുന്നത് ഇത് ബബിൾ പ്ലാന്റ് ആണ്. ഇതിങ്ങനെ തന്നെ ഈ കാണുന്ന പോലെ തന്നെ പാത്രം നിറഞ്ഞ് ബബിളായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാട്ടോ. ഇതിൻ്റെ നല്ല ചെറിയ തൈകളാണ് നമുക്ക് കയ്യിലുള്ളത്. ഇനി അടുത്ത് കാണിക്കുന്നത് പിങ്ക് ലേഡിയാണ്. ഇതും ഈ പാത്രം നിറഞ്ഞ് താഴോട്ട് തൂങ്ങി വരുന്ന ചെടിയാണ്. വളരെ മനോഹരമാണ്. വയലറ്റ്, വെള്ള, പച്ച കളറിൽ ഇടകലർന്ന് കിടക്കുന്ന നല്ല ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പിങ്ക് ലേഡി. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ജേഡ് പ്ലാന്റ് ആട്ടോ. ജേഡ് പ്ലാന്റ് നമുക്ക് വേണമെങ്കിൽ ഇത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ വട്ടത്തിൽ വെട്ടി നിർത്തിയിട്ട് ബോൾ ആകൃതിയിൽ ഹാങ് ചെയ്ത് വളർത്താം. അല്ലെങ്കിൽ ചെടിച്ചട്ടിയിൽ നിർത്തിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ വെട്ടി നിർത്താൻ പറ്റും. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ജേഡിൻ്റെ തന്നെ ജേഡ് 3 വെറൈറ്റി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് കേട്ടോ. അടുത്തത് സ്ട്രിങ് ഓഫ് മില്യൻ ആണ്. ഇത് സ്ട്രിങ് ഓഫ് മില്യൻ അല്ലെങ്കിൽ മില്യൻ ഹേർട്ട് എന്നൊക്കെ പറയുന്ന ചെടിയാണ്. ഹാർട്ടിൻ്റെ ഷേപ്പാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത്. വളരെ മനോഹരമായൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇതിൻ്റെയും ചെറിയ ജിഫി ബാഗിനകത്തുള്ള തൈകളാണ് ഞാനിപ്പോൾ സെയിലിന് വെച്ചിട്ടുള്ളത്. വളരെ മനോഹരമായ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ്. അടുത്തത് ഡോങ്കി ടെയിൽ എന്ന് പറയുന്ന ചെടിയാണിത്. ഇത് നല്ല ടൈറ്റായിട്ട് പിരിച്ച് മെടഞ്ഞിട്ട പോലെ കൊലകൊലയായിട്ട് താഴോട്ട് തൂങ്ങിയൊരു വളരെ ഭംഗിയുള്ളൊരു ചെടിയാട്ടോ. ഇതിൻ്റെ വേറൊരു വെറൈറ്റി ഉണ്ട്, മങ്കി ടെയിൽ എന്ന് പറയുന്നത്. അതും എൻ്റെ കയ്യിൽ സെയിലിനുണ്ട്. പക്ഷേ അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ രണ്ടിൻ്റെയും തൈകൾ അവൈലബിൾ ആണ്. ഇനി അടുത്ത് വരുന്നത് കിഡ്നി പ്ലാന്റ് എന്ന് പറയുന്ന ചെടിയാണ്. ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കൂട്ടത്തിൽ രാജാവായിട്ട് വരുന്ന ഒരു ചെടിയാണ് കിഡ്നി പ്ലാന്റ്, ഹാർട്ട് പ്ലാന്റൊക്കെ. ഇതിൻ്റെ വളരെ മനോഹരമായ കുഞ്ഞു കുഞ്ഞു തൈകളാണ്. 3-4 ലീഫ് വന്നിട്ടുള്ള നല്ല തൈകളാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ സെയിലിനുള്ളത്. പിന്നെ അടുത്ത് വരുന്നത് സിനേറിയ എന്ന് പറയുന്ന ചെടി. ഇത് ഒരു കണക്കിന് ഹാങ് ചെയ്ത് വളർത്തുന്നതിനേക്കാളും നന്നായിട്ടിരിക്കുന്നത് നിലത്ത് വളർത്തുമ്പോഴാണ്. നിലത്തല്ല, ചട്ടിയിൽ വെച്ച് താഴെ വയ്ക്കും. അങ്ങനെയും വളർത്താം. ഹാങ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെയും വളർത്താം കേട്ടോ. ഇതിൻ്റെ 2 വെറൈറ്റി ഉണ്ട്. ഗ്രീൻ ലീഫ് വരുന്നതുകൊണ്ട് ഒരു സിൽവർ കളർ ലീഫ് വരുന്നതുകൊണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ പ്ലാന്റ് സൈസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ഡിസ്റ്റിഡിയ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഈ കോംബോയിൽ വീണ്ടും ഡിസ്റ്റിഡിയ വർഗ്ഗത്തിൽപ്പെട്ട വേറെ ചെടികളും വരുന്നുണ്ട്. ഇത് വാട്ടർമെലൺ ഡിസ്റ്റിഡിയ എന്നാണ്. നമ്മുടെ ഈ ലീഫ് കണ്ടാലറിയാം, നമ്മുടെ തണ്ണിമത്തൻ്റെയൊക്കെ ഏകദേശം ഇതുപോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ചെടിക്ക് ഡിസ്റ്റിഡിയ വാട്ടർമെലൺ എന്നുള്ള പേര് വരുന്നത്. ഇതിൻ്റെ വേറെയും കുറേ വെറൈറ്റികളുണ്ട്, അത് വഴിയെ കാണാം. ഇതാണ് പെൻസിൽ കാക്ടസ്. ഇത് നല്ല മുടി പോലെ നന്നായിട്ട് താഴോട്ട് തൂങ്ങി വരുന്ന ചെടിയാണ്. മുടി പോലെ തന്നെയാണ് ഇതുള്ളത്. പച്ച കളറാന്നേ ഉള്ളൂ. പിന്നെ ഹാങ് ചെയ്ത് വളർത്താൻ പറ്റിയ മനോഹരമായൊരു ചെടിയാണ്. ഇതിൻ്റെ പല വെറൈറ്റിയിലുള്ള ഇതിൻ്റെ തന്നെ വേറെ ഒരു വെറൈറ്റിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അടുത്തത് ഏതാണെന്ന് നോക്കാം. ഇത് ഡിസ്റ്റിഡിയ റൗണ്ട് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകൾ വട്ടത്തിലാണ് ഇരിക്കുന്നത്. ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ചട്ടിയിൽ 2-3 ചെടികൾ നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചട്ടി ഫുള്ളായിട്ട് താഴോട്ട് തൂങ്ങി നല്ലപോലെ ഹാങ്ങായിട്ട് വരുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റാണ് ഈ ഡിസ്റ്റിഡിയ റൗണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലീഫ് വളരെ മനോഹരമാട്ടോ, വട്ടത്തിലിരിക്കുന്നത്. ഇതിൻ്റെ നീളത്തിൽ പിന്നെ ലോങ് ലീഫ് ഉള്ളതുകൊണ്ട് അതും ഞാൻ കാണിച്ചു തരാം. ഇനി ഈ കാണുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ വൈറ്റ് വെറൈറ്റിയാണ്. ലിപ്സ്റ്റിക് എൻ്റെ കയ്യിൽ 9 കളറ് അവൈലബിൾ ആണ്. അതിൽ ഈ കോംബോയിൽ ഞാൻ 1-2 ചെടികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇത് വൈറ്റ് ലിപ്സ്റ്റിക്കാണ്. വളരെ ഭംഗിയാട്ടോ. ലിപ്സ്റ്റിക് പ്ലാന്റുകൾ പൊതുവേ എല്ലാവർക്കും അറിയാമല്ലോ. ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 9 വെറൈറ്റി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. മഞ്ഞയൊക്കെ ഉണ്ട്, അത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. ബാക്കി വെള്ള, പിങ്ക്, റെഡ്, വെരിഗേറ്റഡ് അങ്ങനെ കുറേ കളറുണ്ട്. ഇതിൻ്റെ നല്ല നല്ല തൈകൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തോളൂ. ഇനി അടുത്ത ചെടിയായിട്ട് വരുന്നത് ക്രീപ്പിംഗ് ഫിഗ് ആണ്. ക്രീപ്പിംഗ് ഫിഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാൾ ക്രീപ്പറായിട്ടും വളർത്താം, അല്ലെങ്കിൽ ഹാങ് ചെയ്തിട്ട് വളർത്താം. ഹാങ് ചെയ്തിട്ട് വളർത്തിയാൽ നല്ല മനോഹരമായിരിക്കും അത്. ഇത് വേറൊരു ലിപ്സ്റ്റിക് പ്ലാന്റ് ആട്ടോ. പിങ്ക് കളർ പൂവാണ് ഇതിനകത്തുള്ളത്. ഇതിപ്പോൾ ഞാൻ നട്ടിട്ട് ഒരു 2 മാസമൊക്കെ ആയിട്ടുള്ള ചെടിയാണ്. ഇതിൻ്റെ മുകളിൽ 2 മാസമല്ല കേട്ടോ, 2 വർഷമൊക്കെ ആയിട്ടുള്ള ചെടിയാണ്. ഇതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിറയെ പൂക്കളുണ്ടായിരുന്നു. ഈ കൊല്ലം പൂക്കൾ കുറവാണ്. എന്നാലും എനിക്ക് തോന്നുന്നു ഇത് നിറയെ വിരിയെന്ന് തോന്നുന്നുണ്ട്. നല്ല ഭംഗിയായി ചെടികൾ കാണുമ്പോൾ. ഇത് വന്നിട്ട് പിന്നെ ഡിസ്റ്റിഡിയ റൗണ്ടിനെ പോലെ തന്നെയുള്ളൊരു ചെടിയാണ്.
അതിൻ്റെ ലീഫ് പോലെ വട്ടത്തിലാണ്, പക്ഷേ ഡിസ്റ്റിഡിയ റൗണ്ടിൻ്റെ ലീഫ് കുറച്ചുകൂടി വലിയ വട്ടമാണ്. ഇത് ചെറിയ ചെടിയാണ്, ചെറിയ ഇലകളാണ്, പക്ഷേ തിക്കായിട്ട് വളരെ നന്നായിട്ട് പോട്ട് നിറഞ്ഞ് താഴോട്ട് തൂങ്ങി തൂങ്ങി വരുന്നൊരു ചെടിയാട്ടോ സ്റ്റിങ് ഓഫ് നിക്കിൾ. ഇത് പീലിയ ആണ്. പീലിയ ബ്ലാക്ക് എന്നാണ് പറയുന്നത്, പക്ഷേ ഇത് ബ്ലാക്ക് അല്ല. ശരിക്കും ഇതിനകത്ത് 3 കളർ വരുന്നുണ്ട്. പീലിയേൻ്റെ ഒരു 4-5 വെറൈറ്റി എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. അതിൽ ഈ കോംബോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ചിത്രത്തിൽ കാണുന്ന ചെടിയാണ്. പിന്നെ അടുത്ത ചെടി ഏതാണെന്ന് നോക്കാം. എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ ഇഷ്ടമുള്ള എൻ്റെ ഹാങ്ങിങ് പ്ലാന്റിലേക്ക് വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ചെടിയാണ് സ്ട്രിങ് ഓഫ് ഹാർട്ട് എന്ന് പറയുന്ന ചെടി. ഇത് ഹാർട്ട് ഷേപ്പിലുള്ള ലീഫ്, ഒരു വെള്ള കലർന്ന പച്ച കളറാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത്. ഇതിൻ്റെ തന്നെ വെരിഗേറ്റഡ് ഉണ്ട്, വെള്ള കലർന്ന പിങ്ക് കളർ ലീഫുള്ളത്. അതിൻ്റെ ചെടികൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. ഞാനത് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ എൻ്റെ ഫോട്ടോയും റേറ്റും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ പറഞ്ഞു തരാം കേട്ടോ. ഇതിൻ്റെ സ്ട്രിങ് ഓഫ് ഹാർട്ട് എന്ന് പറയുന്ന ചെടി. അടുത്തത് സ്ട്രിങ് ഓഫ് ഹാർട്ടിന് ശേഷം ഞാൻ പരിചയപ്പെടുത്തുന്നത് ഡിസ്റ്റിഡിയ ലോങ് ലീഫ് ഉള്ളതാണ്. അപ്പോൾ 4 തരം ഡിസ്റ്റിഡിയാണ്, 3 തരം ഡിസ്റ്റിഡിയാണ് ഞാൻ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡിസ്റ്റിഡിയ ലോങ്, റൗണ്ട്, അതുപോലെ വാട്ടർമെലൺ ഡിസ്റ്റിഡിയ. ഇനി വെരിഗേറ്റഡ് ഡിസ്റ്റിഡിയയും കൂടെ ഉണ്ട് എൻ്റെ കയ്യിൽ. അങ്ങനെ 4 തരം ഉള്ളത്. അപ്പോൾ അടുത്തത് വരുന്നത് വേറൊരു വെറൈറ്റി പീലിയാണ്. ഇതിൻ്റെ ഇലകൾ കണ്ടില്ലേ, വളരെ മനോഹരമായിട്ടോ. അതിൻ്റെ പൂക്കൾ കണ്ടിട്ട് പൊടി പറന്ന് കിടക്കുന്ന പോലെ ഉണ്ട്, പക്ഷേ അതിൻ്റെ വളരെ ഭംഗിയുള്ള പൂക്കളാണ്. കുഞ്ഞു പൊടി പോലെ അത്രയും ചെറിയ പൂക്കളാണത്. ഇതിൻ്റെ ലീഫ് ഒരു മെറൂൺ, ഒരു ബ്രൗണും വൈറ്റും ലൈറ്റ് പിങ്കും കൂടി വന്നിട്ടുള്ള നല്ല കളർ, നല്ല കോമ്പിനേഷനാണ് അതിൻ്റെ ഈ ചിത്രത്തിൽ കാണുന്ന അതേ തൈകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള. അപ്പോൾ ഈ 18 ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ഞാൻ ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അടുത്തതൊരു 4 ബിഗോണിയ. അത് ഏഞ്ചൽ വിങ്സ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ബിഗോണിയ കേട്ടോ. നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇത് ഓരോ ചെടിക്ക് 120 രൂപയാണ് വില വരുന്നത്. അതിൻ്റെ 4 വെറൈറ്റി ഉണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്ന തരത്തിലുള്ള 4 ചെടികൾ. അതിൻ്റെ പ്ലാന്റ് സൈസും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ വരുമ്പോൾ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുള്ള ചെടികളാണ്. പൂവും വിരിയും. ഇതിനകത്ത് കുറച്ചൊരു 2 അടി പൊക്കത്തിലൊക്കെ നിർത്തിയിട്ട് നന്നായിട്ട് വളർത്ത് താങ്ങുകാലൊക്കെ കൊടുത്ത് ഒരുപോലെ നിർത്തുകയാണെങ്കിൽ നിറയെ പൂക്കളായിട്ട് നിൽക്കും. നല്ല ഭംഗിയുള്ള മനോഹരമായ ചെടികളാട്ടോ. 4 വെറൈറ്റി ഉണ്ട്. അതിന് ഓരോന്നിനും 120 രൂപയാണ് വരുന്നത്. ഇനി ഞാൻ ഈ കോംബോയുടെ അവസാനം 2-3 തരം സാൻസിവേരിയയും കൂടെ കാണിക്കുന്നുണ്ട്. അത് ഓരോ ചെടിക്ക് 100 രൂപ, 150 രൂപയൊക്കെയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അതുകൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇത് സാൻസിവേരിയൻ്റെ 2 വെറൈറ്റി കൂടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നല്ല മനോഹരമായ ഈ ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ്. നമുക്കറിയാം, ഇൻഡോറായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന ചെടിയാണ്. നമുക്ക് ബെഡ്റൂമിലൊക്കെ വെക്കാൻ പറ്റുന്ന ചെടിയാണ്. ഇതിൻ്റെ ഈ 2 വെറൈറ്റിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിന് ഓരോ ചെടിക്ക് 150 രൂപ വീതമാണ് റേറ്റ് വരുന്നത് കേട്ടോ. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എല്ലാവർക്കും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എനിക്ക് കമൻറ്റിൽ കൂടെ അറിയിക്കണമെന്ന് ഞാൻ ഒരു ആഗ്രഹം കൂടെ ഉണ്ട്. അതുകൂടി നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഞാനേ വേറെ ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.